in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നുവല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമയം വന്നിരിക്കുന്നു. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 102-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് എങ്ങും ആയില്ല, ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ ഈ മെസ്സേജ് വ്യക്തതയോടെ കേൾക്കണം. ഈ പ്രഭാതം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വചനം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുമെന്നും അവളോട് കൃപ കാണിക്കാനുള്ള കാലം വന്നിരിക്കുന്നു, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നീണ്ട നാളുകൾ കണ്ണുനീരിലും വേദനയിലുമായിരുന്നവർ, ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാമെങ്കിൽ ഈ പ്രഭാതം മുതൽ പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കണം. ഇതാ ഈ വാക്യം ഈ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അവസാനത്തെ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫോർ ദ അപ്പോയിന്റഡ് ടൈം ഹാസ് കം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ കാണേണ്ടതിന് വേണ്ടി നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുക്കാറുണ്ട്. ആ അപ്പോയിൻമെൻറ്റ് ടൈമിൽ വേറെ ആർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ നമ്പരോ നിങ്ങളുടെ പേരോ വ്യക്തമായിട്ട് വിളിക്കും. ഇതേപോലെ ബാങ്കിൽ ചെന്നാലും ബാങ്കിൽ നിങ്ങൾക്കൊരു നമ്പരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ അവർ തരും. ആ സമയത്ത് വേറെ ഒരാൾക്കും ആ കൗണ്ടറിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഭാരപ്പെടുന്ന വേദനപ്പെടുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ടു നിന്നു. ഇതാ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. എന്നെ കേൾക്കുന്നവര്, ദൈവം സമയം വ്യക്തമായി പറയുകയാണ്. നീണ്ട 24 വർഷം ഒന്നും കാണാതെ ഭാരപ്പെട്ട കുടുംബത്തോട് ദൈവം ഇതാ ദൈവത്തിന്റെ ഉറപ്പ് കൊടുക്കുകയാണ്. ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ന് ജീവിതത്തിനകത്തൊന്നും ആയില്ല, എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം വെച്ചിരിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. 38 ആണ്ട് രോഗം പിടിച്ച കുളക്കടവിൽ കിടക്കുന്നവൻ, അവൻ കഴിയുന്നത്രയും ശ്രമിച്ചിട്ടുണ്ട്. അവനോട് യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ളതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം വെച്ചിരിക്കുന്ന സമയത്തിൽ നീ കുളത്തിൽ ഇറങ്ങേണ്ടി വരത്തില്ല, നീ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നിന്റെ നന്മയ്ക്കായി ദൈവം വെച്ചിരിക്കുന്ന സമയത്തിൽ ദൈവം നിന്നെ ഈസിയായി എഴുന്നേൽപ്പിച്ചിരിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും
ഒന്നും കിട്ടാത്ത പത്രോസിൻ്റെ പടകിൽ ദൈവത്തിന് കയറാനൊരു സമയമുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ഒന്നും ട്രൈ ചെയ്തിട്ട് ഒരു ജോലി കിട്ടാതെ, എല്ലാ നിലയിലും ഭാരപ്പെട്ട, വിവാഹം നടക്കാതെ, മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നവർ ഈ സമയത്ത് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി അയക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. പഴയ നിയമത്തിൽ യോസെഫിനെ കാണാം. ചെയ്യാത്ത കുറ്റത്തിനകത്ത് പൊട്ടക്കിണറ്റിൽ വീണു, ചെയ്യാത്ത കുറ്റത്തിനകത്ത് പൊത്തിഫറിന്റെ വീട്ടിൽ വന്നു, അവിടെയും ചെയ്യാത്ത കുറ്റത്തിനകത്ത് ജയിലറയിൽ അടയ്ക്കപ്പെടുന്നത് കാണാം. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെച്ചിരിക്കുന്ന സമയത്തിൽ ദൈവം ആളയച്ച് നിനക്ക് വേണ്ടി വിടുതലിൻ്റെ വാതിലുകൾ തുറക്കും, നിനക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കും. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവനെ വേഗത്തിൽ കൊണ്ടറയിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല, മുമ്പിൽ ഒരു വാതിൽ തുറക്കത്തില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിൽ ആളയച്ച് അപ്പോയിൻറ്റഡ് ടൈം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയം ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ മാസമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. നിൻ്റെ ജോലിയിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഭാവി ജീവിതത്തിനകത്ത് ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ ഈ സമയത്ത് ഈ വചനത്തിനകത്ത് ഉണരും? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന, ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകേണ്ടതിന് പറയാം. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ക്ലോക്കിലോ അലാറം സെറ്റ് ചെയ്യാറുണ്ട്. രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 5:30 എഴുന്നേൽക്കാനായിട്ട് ആ അലാറം സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആ അലാറത്തിൻ്റെ ബെല്ല് ഓപ്പൺ ആകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അലാറം കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. 4:30 എഴുന്നേറ്റിട്ട് അലാറം കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. 4:59 എഴുന്നേറ്റിട്ടും അലാറം കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. സെറ്റ് ചെയ്തിരിക്കുന്ന സമയം 5 മണിക്കോ 5:30 അത് കറക്റ്റായി ഓപ്പൺ ആകും. ഇതേപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സമയം സെറ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്തിന് വേണ്ടി ഒരുങ്ങുക. ദൈവത്തിൻ്റെ സമയം ഇതാ വന്നിരിക്കുന്നു. ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാനുള്ള കാലം ഇതാ വന്നിരിക്കുന്നു. സമയം വന്നിരിക്കുന്നു. ഫോർ ദ അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ സമയം അടുത്തെത്തിയിരിക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദാനിയേൽ പ്രവചനത്തിൽ ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21 വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവരാണ്. ജീവിതത്തിനകത്ത് ക്ഷീണിച്ച, തളർന്ന, നിരാശപ്പെട്ട ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ച് നിന്റെ ജീവിതം തീരാനുള്ളതല്ല, ഇനിയും നിനക്ക് ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ നിനക്ക് ആഹാരം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം നിൻ്റെ സമയത്തെ മാറ്റാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിൻ്റെ കാലത്തെ മാറ്റാൻ പോവുകയാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തോടൊന്ന് ചേരാൻ പറ്റുമെങ്കിൽ ദൈവം വിടുവിക്കുന്നത് കാണാം, ദൈവം കരുതുന്നത് കാണാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവം വെച്ചിരിക്കുന്ന സമയമാണ്. ദൈവം ഇവർക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യാൻ പോകുന്നുവെന്ന് കർത്താവ് ഇവർ അറിയട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത നന്മകൾ ഇവർ കാണട്ടെ. ദൈവം ഇവരെ മാനിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സുമാരാധനയുണ്ട്. നിങ്ങൾ ഏത് പട്ടണത്തിൽ നിന്നാണ്, ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾ വിളിക്കണം. സുമൈഡിക്കായിട്ട് പ്രാർത്ഥനാ വിഷയത്തിന് വിളിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പ്രതീക്ഷിക്കണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.